ദി ബാറ്റിൽ ഈസ് ഓവർ ഫോർ ദി ഓപ്പോസിഷൻ. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ, ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. 5ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ഞങ്ങളെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് പ്രകാരം ഞങ്ങൾക്ക് തന്നെ 272 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംവിധാനമായിട്ടുണ്ട്. 6ാം ഘട്ടവും 7ാം ഘട്ടവും ഞങ്ങളെ ഏതാണ്ട് ഞങ്ങൾ പറഞ്ഞ രീതിയിലുള്ള സീറ്റിലേക്ക് BJPയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും എത്തിക്കും. അത് ഞങ്ങളുടെ ഒരു ഇൻറ്റേർണൽ അസസ്മെൻ്റാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, ഞങ്ങളെ ഏറ്റവും കടുത്ത എതിരാളി പോലും അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തും ഏതാണ്ട് എല്ലാ ബൂത്തിലും ഞങ്ങളുണ്ട്. ഞങ്ങൾ ബൂത്ത് തല പ്രവർത്തനം കൃത്യമായി നടത്തുന്നൊരു പാർട്ടിയാണ്. ഞങ്ങൾക്കുള്ളതിൻ്റെ ബൂത്ത് തല ശക്തി ഇവിടെ പകുതി പോലും ഞങ്ങളുടെ പല എതിരാളികൾക്കുമില്ല. അത് വർഷങ്ങളായി ഞങ്ങൾ വളർത്തിയെടുത്തൊരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോളിംഗ് നടന്ന സ്ഥലങ്ങളിലെ പോളിംഗ് പെർസെൻറ്റേജ് എത്ര, ആരൊക്കെ വോട്ട് ചെയ്യാൻ വന്നു, ആരൊക്കെ വോട്ട് ചെയ്യാൻ വന്നില്ല, അങ്ങനെ വരാതിരുന്നവരുടെ പാർട്ടി എന്താണ്, വരാതിരുന്നവരുടെ സമുദായം എന്താണ്, ഇതൊക്കെ കൃത്യമായ കണക്കെടുത്തിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷാജി ഇന്ന് പറഞ്ഞത്. ആ കണക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല. ഞങ്ങൾ നരേന്ദ്രമോദി പറഞ്ഞ ടാർഗറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നതൊന്ന് ബംഗാളിലാണ്. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദി റോഡ്. അവരുടെ റോഡ് അവസാനിക്കുകയാണ്. ഒറീസയിൽ ഭരണമാറ്റമുണ്ടാവും. ഒറീസയിൽ BJPയുടെ മുഖ്യമന്ത്രി അവിടെ അധികാരത്തിൽ വരും. ആന്ധ്രാപ്രദേശിൽ NDAയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരും. അരുണാചൽ പ്രദേശിൽ ഭരണ തുടർച്ചയുണ്ടാവും. മാത്രവുമല്ല 6 അസംബ്ലി സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹിമാചൽ പ്രദേശിൽ ഭരണമാറ്റം ഉണ്ടാവും. കാരണം അറിയാലോ, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് ജയിച്ചത്. കോൺഗ്രസിനാണ് ഭൂരിപക്ഷം, കോൺഗ്രസിനാണ് മുഖ്യമന്ത്രി. പക്ഷേ രാജ്യസഭയിൽ വോട്ട് ഞങ്ങൾ ഹിമാചൽ പ്രദേശിലാകെ 4 സീറ്റേ ഉള്ളൂ. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലാകെ 4 സീറ്റേ ഉള്ളൂ, 6 ഇല്ല. അല്ല, അവിടെ 6 സീറ്റ് ഇതാണ്. ഇതുപോലും കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. 6 അസംബ്ലി സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി വോട്ട് ചെയ്ത രണ്ടുപേര് പറഞ്ഞത് ശരിയാണ്. കോൺഗ്രസ്സുകാർ ഇതൊന്നും പഠിച്ചിട്ടില്ല അഭിലാഷേ. അവരേതോ ലോകത്ത് ജീവിക്കുകയാണ്. അപ്പൊ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഞങ്ങള് വളരെ കൗതുകത്തോടെ, വളരെ തമാശ, പ്ലീസ് ഞങ്ങൾ വളരെ കൗതുകത്തോടു കൂടി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഈ ചർച്ച കേട്ട് ചർച്ച ആസ്വദിക്കുകയാണ്. ആരൊക്കെയാ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് ഞങ്ങൾ വി ആർ എൻജോയിങ് ദിസ് ഡിസ്കഷൻ. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. ഞങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തോൽക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മണം പിടിക്കാനുള്ള കഴിവുണ്ട്, ജയിക്കുന്നതിന് മുമ്പും മണം പിടിക്കാനുള്ള കഴിവുണ്ട്. ഞങ്ങൾക്ക് സംഘടനാ സംവിധാനം ഉണ്ടെന്ന്. ഇവർക്കൊന്നും ഇല്ലാത്ത ഒരു സാധനം ഞങ്ങൾക്കുണ്ട്, അതിശക്തമായ സംഘടനാ സംവിധാനം. അതുകൊണ്ട് ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ദ ഗെയിം ഈസ് ഓവർ ഫോർ ദി ഓപ്പോസിഷൻ.